ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഈ റോഡിനെ പറ്റി, ഈ കുഴിയെ പറ്റി പറയാനുള്ളത്? ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ മിനി കൂപ്പർ മുതൽ BMW ബെൻസ് വരെ അല്ലേ, ഇതല്ലേ ചേട്ടാ എല്ലാവരുടെയും വായിൽ, അതുകൊണ്ടല്ലേ ആരും വേണ്ടാത്തത്. അപ്പൊ ഇതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുണ്ടന്നൂർ തേവര പാലത്തിലാണുള്ളത്. അതായത് ഇത് കുണ്ടന്നൂരിൽ നിന്ന് വരുന്ന ഡയറക്ഷൻ, ഇത് കുണ്ടന്നൂരിൽ നിന്ന് തോപ്പുംപടി മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ആ ഒരു ഡയറക്ഷനാണ്. അതായത് ഈ ഏരിയയിൽ ഒരു 2 ആഴ്ച മുന്നേ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും 2 ദിവസം അടച്ചിട്ടുണ്ടായി. 2 ദിവസം അടച്ചിട്ടിട്ടാണ് ഈ റോഡ്, ഇവിടുത്തെ ഈ റോഡിലെ കുഴികളെല്ലാം അടച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു സാധാരണ പൗരനാണ്, ഞാനൊരു പാർട്ടിയിലും അംഗത്വമുള്ള ആളല്ല, എനിക്കൊരു പാർട്ടിയായിട്ടും ഒരു ബന്ധവുമില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓരോ 5 വർഷം കൂടുമ്പോഴും വോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ 5 വർഷം കൂടുമ്പോഴും ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വോട്ട് ചെയ്തിട്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ ഈ കൊച്ചി സിറ്റിയിൽ എത്ര ലക്ഷം ആൾക്കാരാണുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഇതുവഴി പോകുന്നുണ്ട്. ഈ പാലത്തിൻ്റെ 2 സൈഡിലും താമസിക്കുന്നുണ്ട്. ഈ 2 സൈഡിലും പ്രമുഖരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും താമസിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇതിനെപ്പറ്റി ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ഒരാളും ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങൾ എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, രാവിലെയും വൈകിട്ടും, ഈ കൊച്ചിക്കാർ ഈ ഒരു പാലത്തിലെ കുഴി കാരണം. ഈ പാലത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങൾ എവിടെയാണുള്ളത്? നിങ്ങൾ എല്ലാ മാസവും, നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലേ, നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? അതേസമയം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ജോലിയിൽ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൈവറ്റ് കമ്പനിയിൽ നിങ്ങൾ ജോലി കറക്റ്റായിട്ട് ചെയ്ത് ശമ്പളം തരില്ല എന്ന് പറയും. പക്ഷേ അതുപോലെയല്ല ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു. പക്ഷെ നല്ല ഒരു വിഭാഗം നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ 5 വർഷം നമ്മൾ മണ്ടന്മാരല്ലേ, നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ഗുണമുണ്ട്? ഈ ഓരോ 5 വർഷം കൂടുമ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് ബേസിക് ആയിട്ടുള്ള ജനങ്ങൾക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക്, നമ്മൾ വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഒരു നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവകാശപ്പെട്ടതാണ്. അതിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. അതിനെതിരെ സംസാരിക്കാൻ ഒരു മനുഷ്യരുമില്ല. ഇവിടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇതുവഴി പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബ്ലോക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്, ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ പോലും ഇതുവഴി പോയിട്ട് ഒരാളും ഇതിനെതിരെ സംസാരിക്കണില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ എന്തൊരു ബ്ലോക്കാണ് നോക്കിയേ, ഭയങ്കര ബ്ലോക്കാണ്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അഹങ്കാരമാണ്. ഇതിനെതിരെ സംസാരിക്കാൻ ആരും ഇല്ല എന്നുള്ളതിൻ്റെ അഹങ്കാരം മാത്രമാണ്. ഞങ്ങൾ എത്ര നാളെ ഇത് സഹിക്കുന്നത്? 2 ദിവസം ഇവിടെ റോഡ് അടച്ചിട്ടിട്ട് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ അനുഭവിക്കണമായിരുന്നു. ഈ റോഡ് അടച്ചിട്ടിട്ട് ഞങ്ങൾ മറ്റുള്ള വഴികളിൽ കൂടെ പോയിട്ടാണ് ഞങ്ങൾ. ചേട്ടാ ഒന്ന് നിർത്താവോ? ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഈ റോഡിനെ പറ്റി, ഈ കുഴിയെ പറ്റി പറയാനുള്ളത്? വണ്ടി വിളിക്കും. എന്തായാലും നമുക്കിപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട്. പുള്ളി സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യുന്ന ഒരു ചേട്ടനാണ്. എന്തായാലും നമുക്ക് ആ ചേട്ടനോട് എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ വണ്ടി വിളിക്കും. ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ ഓരോ 5 വർഷം കൂടുമ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ എന്താണ് ചേട്ടന് പറയാനുള്ളത് ഈ റോഡിനെ പറ്റി? ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ്. ഞാനാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു 15 തവണയെങ്കിലും ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ കയ്യിൽ തെറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡെലിവറി ആവശ്യത്തിലാണ്. ഞാനൊരു 15 തവണയെങ്കിലും ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. ചേട്ടാ ഹെൽമെറ്റ് ഒന്ന് ഊരാവോ പ്ലീസ്? ചേട്ടാ ഹെൽമെറ്റ് ഒന്ന് ഊരി സംസാരിക്കാവോ? നിലവിലെ സാഹചര്യം കണ്ടില്ലേ? ഇപ്പൊ ഈ ട്രാഫിക് ഇതല്ല, കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ ഇത് വളരെയധികം കൂടുതലാണ്. ഇത് തന്നെയാണ് രാവിലത്തെ അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ പോകുന്നത്. ഈ റോഡിൽ കൂടെ വരാൻ തന്നെ തീരെ താല്പര്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഓർഡർ അടിക്കുന്നത് ഈ വഴി കൂടുതലായതുകൊണ്ട് ഇതുവഴി വരുന്നതാണ്. ഗതികേട് കൊണ്ട് വരുന്നതാണ്. ചേട്ടനൊരു സാധാരണ ജനമല്ലേ? ചേട്ടന് എല്ലാ 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാറില്ലേ? ഞാൻ എല്ലാ വർഷവും ഈ വോട്ട് ചെയ്യുന്നില്ല. എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഞാൻ ഇവിടുത്തെ അധികാരികളെ കുറ്റം അവർ കണ്ണടയും. പക്ഷേ ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഇവിടുത്തെ ജനങ്ങളാണ് കരുതകൾ. ഞാനും ചേട്ടനും ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം മണ്ടന്മാരാണ്. ഈ ഇടയ്ക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുവരെ ഡെലിവറി എടുത്തുകൊണ്ട് വന്നപ്പോൾ നെയ്ച്ചോറിലേക്ക് പോയിരുന്ന ഒരു ആംബുലൻസ്, അവര് എന്തോ എമർജൻസി ആക്സിഡന്റ് കേസ് എന്തോ ആയിരുന്നു. ആ ഭാഗത്തായിട്ട് വന്ന് കിടന്നിട്ട് ബ്ലോക്കിൽ പെട്ട് കിടന്നിട്ട് 15 മിനിറ്റ് ആംബുലൻസ് ഇവിടെ സ്റ്റക്കായി കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് റോഡ് ക്ലിയർ ആയത്. അതേപോലെ എല്ലാ ആവശ്യങ്ങൾക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ചേട്ടാ, പോകല്ലേട്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടല്ല, ഇതാണ് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ അല്ലെങ്കിൽ കൊച്ചിയിൽ വരുന്നവരുടെ അവസ്ഥ. ഇതാണ് നിങ്ങളിത് നോക്കിയാൽ കാണാം. ഞാൻ നുണയല്ല പറയുന്നത്, നിങ്ങൾ ഈ നോക്കിയാൽ കാണാം. ഈ 2 കിലോമീറ്റർ നീളത്തിലുള്ള ദൂരമുള്ള പാലമാണ് ഈ കാണുന്നത്. ഈ പാലത്തിന്റെ 2 സൈഡിലെ അവസ്ഥ ഇതാണ് കാണുന്നത്. ഇതുണ്ടോ?
നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം, ഒരുപാട് ആംബുലൻസ് പോകുന്നുണ്ട്, ഒരുപാട് പ്രമുഖർ ഇതിലേ പോകുന്നുണ്ട്. അതാണ് അതിശയം. ഒരുപാട് സിനിമാ നടന്മാർ, എല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാവരും പോകുന്നുണ്ട്. പക്ഷേ ഇവരാരും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ പോലും പ്രതികരിക്കാനില്ല. പക്ഷേ ഞാൻ ചേട്ടനെ അഭിനന്ദിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഇപ്പം എൻ്റെ കൂടെ വന്ന് സംസാരിക്കാനുണ്ടായി. എനിക്കതാണ് പറയാനുള്ളത്. ചേട്ടനെ പോലുള്ള സമയമില്ല. അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ജീവിക്കാം. ഈ ബുദ്ധിമുട്ട് സഹിച്ചങ്ങോട്ട് പോവാണ്. എന്നാൽ 5 വർഷം കൂടുമ്പോൾ വോട്ട് മേടിക്കാൻ വരുന്നവരോട് ഇവർ പറയണം. വാങ്ങി കീശയിൽ വെച്ചിട്ട് കാര്യമില്ല. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ബാധ്യസ്ഥരാണ് ഇവിടുത്തെ അധികാരികൾ. ഓക്കെ, അപ്പൊ അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി വേണം നിൽക്കാൻ. ഓക്കെ ചേട്ടാ, എന്തായാലും ഞങ്ങൾ ഇത് എത്ര നാളുകൾ സഹിക്കും? ഞങ്ങൾക്ക് മതിയായി. ഞങ്ങൾ 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് മതിയായി, സഹിക്കട്ട്. ഞങ്ങളിത് ആരോട് പറയും? നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ എത്തേണ്ടവരിലേക്ക് എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുക. അതാണ് നിങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. ഇതുകൊണ്ടാണ്, ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം ഈ കേരളം വിട്ടു പോകുന്നതിന്റെ കാര്യം. ഇപ്പെട്ട ജനങ്ങൾ എല്ലാവരും ഇത് സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുവഴി ഇത് ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ. അതായത് എല്ലാ ജനങ്ങളുടെയും വായിൽ ഇതാണ് ഇത് അല്ലേ? ഇതല്ലേ ചേട്ടാ എല്ലാവരുടെയും വായിൽ? അതുകൊണ്ടല്ലേ ആരും മിണ്ടാത്തത്? ഇതാണ്. പിന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഓക്കെ, ആണെങ്കിൽ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചല്ലേ. ഇവിടുത്തെ മുഖ്യധാര വൈകിയ കാര്യം ആരും ഇതിനു വേണ്ടി ഇടപെടുന്നില്ല. അപ്പൊ ചേട്ടാ വളരെ നന്ദി എന്നെ കൂടെ ഇത്രയും നേരം സംസാരിച്ചത്. അതുപോലെ ചേട്ടൻ ഇപ്പോൾ ഒരു ഡെലിവറി നിൽക്കുന്ന ആളാണ്. പക്ഷേ ചേട്ടൻ്റെ സമയം ഞാൻ എടുത്തതിൽ വളരെ ക്ഷമ ചോദിക്കുന്നു. ഇവിടെ നിന്ന് ഓടി എത്തണ്ടേ, അതാണ് പാട്. ഓക്കെ ചേട്ടാ, വളരെ നന്ദി. ഒരാളെങ്കിലും നമ്മുടെ കൂടെ പ്രതികരിക്കാനുണ്ടെന്നുള്ളതാണ്. കൊച്ചിൻ ലോക്കൽ കൈ. അതെ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഞങ്ങൾ അല്ലെ കേരളത്തിലുള്ളവർ. ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ മിനി കൂപ്പർ മുതൽ BMW ബെൻസ് വരെ എടുത്ത് പോകുന്ന ഒരുപാട് ആൾക്കാർ ഇതിലെ പോകുന്നുണ്ട്. മിനി കൂപ്പർ, ബെൻസ്, BMW ഇതെല്ലാം വളരെ ലോ വേസ്റ്റ് ആയിട്ടുള്ള വണ്ടികളാണ്. ഈവൻ നമ്മുടെ ഇതിലെ ലംബോർഗിനി വരെ പോകുന്നുണ്ട്. ഇവരെല്ലാവരും സഹിച്ചിട്ട് ഇവരുടെ വണ്ടി എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരുടെ ആരുടെയും വണ്ടി എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു കുഴിയും ഈ ഒരു ബ്ലോക്കും ഉള്ളത് കൊണ്ടാണ് ആരും ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കാത്തത്. നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത്രയും വില കൂടിയ വണ്ടികൾ ഇതിലെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആ വണ്ടിയുള്ളവർക്ക് മനസ്സിലാവും. പരിഹാരം ഉണ്ടാവണമെന്നുള്ളതാണ്. ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കാം. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണമില്ലേ എല്ലാ മാസവും നിങ്ങൾക്ക് ശമ്പളം മേടിക്കാനായിട്ട്